തെലുങ്ക് സിനിമയിൽ റീസെൻ്റ് ആയിട്ട് വന്ന കോമഡി മൂവീസ് ആയിരുന്നു സംക്രാന്തിക്ക് കൂടുതലും റിലീസായത്. ചിരഞ്ജീവിയുടെ മൂവി, അതുപോലെ തന്നെ നവീൻ പോളിഷെട്ടി മീനാക്ഷി ചൗധരി കോംബോയിൽ വന്ന മൂവി സ്രാവന്ത്, അതുപോലെ തന്നെ ഈ ഒരു സംയുക്ത, സുനിൽ, വെണ്ണില കിഷോർ, അങ്ങനെയുള്ള ആ ഒരു കോംബോയിൽ വന്ന വേറൊരു മൂവി. പിന്നെ പറയുകയാണെങ്കിൽ രവി തേജ, ആ ഒരു ഡിംപിൾ ഹയാത്തി, ആ ഒരു കോംബോയിൽ വന്ന വേറൊരു കോമഡി മൂവി. ഇങ്ങനെ 4 കോമഡി മൂവീസാണ് ഒരുമിച്ച് റിലീസായത്. പ്രത്യേകിച്ച് റീസെൻ്റ് ആയിട്ട് OTT റിലീസായത് ഈ ഒരു ശ്രാവന്ത് നായകനായി വന്ന ഈ ഒരു മൂവിയാണ്. സോ നാരി നാരി നടുമ മുരടി എന്നാണ് സിനിമയുടെ പേര്. റാം അബ്ബാരാജു ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. റാം അബ്ബാരാജു, ബാനു ഗോർപ്പ് എന്ന് പറയുന്ന ആ ഒരു കോംബോ സമാജ ഗവൺമെൻറ്റിന് ശേഷം റിപ്പീറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു റൈറ്റർ, അതായത് ഈ ഒരു റൈറ്ററായിട്ടുള്ള ഭാനുഗോപാണ് മാസ്റ്റർ ഡയറക്റ്റ് ചെയ്തത്. അത് അത്യാവശ്യം വർക്കൗട്ട് ആയില്ലായിരുന്നു. പക്ഷേ ഈ ഒരു മൂവിയിൽ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങും ഫണ്ണി പാർട്സൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളത് സിനിമയുടെ മേജർ ഹൈലൈറ്റ് ആണ്. സോ ഈ ഒരു മൂവി റാമബ്ബാരാജുവിൻ്റെ ആ ഒരു ഡയറക്ഷൻ ഈ ഒരു മൂവിയുടെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ഫണ്ണി രീതിയിൽ പോകുന്ന ഒരു മൂവി. നമ്മൾ കാണാത്ത കഥയൊന്നും അല്ലെങ്കിൽ പോലും ആദ്യത്തെ സീൻ തന്നെ ഒരു ഒളിച്ചോട്ടമാണ്. അത് നായകൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ തന്നെ ആ ഒരു സംഭവത്തിൽ തന്നെയാണ് കോമഡി ഫുള്ള് വർക്കൗട്ട് ആവുന്നത്. അതിൻ്റെ കൂടെ തന്നെ നായകൻ്റെ കല്യാണം, ആ ഒരു കല്യാണം ഏത് വിധേനയും നടത്താൻ നായകൻ റെഡിയാണ്. സോ അതിനുവേണ്ടി നായകനെ ഒപ്പിക്കുന്ന ഗുലുമാലാണ് ഈ ഒരു സിനിമയുടെ എൻ്റയർ സ്റ്റോറി ബിൽഡ് ചെയ്യുന്നത്. അത് അത്യാവശ്യം മടുപ്പിക്കാതെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് ആണ്. പിന്നെ ചിലയിടങ്ങളിലുള്ള കോമഡീസും കാര്യങ്ങളൊക്കെ ചിലതൊന്നും വർക്കൗട്ട് ആവുന്നില്ല, എന്നാലും പകുതി കൂടുതൽ കോമഡീസും വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഫ്ലാഷ് ബാക്ക് സീക്വൻസസും കാര്യങ്ങളൊക്കെ ഈ ഒരു മൂവിയിൽ ഒത്തിരി വരുന്നുണ്ട്. അത് ആ ഒരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഒരു എഫക്റ്റീവ് അല്ലാത്ത പോലെ തോന്നി. അത് സിനിമയുടെ ഒരു മേജർ നെഗറ്റീവാണ്. സത്യയുടെ കോമഡീസ് ഒന്നും കാര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. സിനിമയിൽ കൂടുതലും വന്നു പോകുന്നത് ഈ ഒരു സുനിലിൻ്റെ കോമഡിയാണ് കൂടുതലും വർക്കൗട്ട് ആയിട്ടുള്ളതായി തോന്നിയത്. പിന്നെ നറേഷിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ശ്രാവന്തിൻ്റെയും ആ ഒരു കോംബോ, അവയുടെ പെർഫോമൻസ്, അതിനോട് തന്നെ സമ്പത്തിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും സംയുക്തയാണെങ്കിലും എല്ലാവരും തന്നെ അത്യാവശ്യം കൊടുത്ത റോൾ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ പോകുന്ന ഒരു മൂവിയാണ്. വെണ്ണില കിഷോറൊക്കെ ഒരു റിലീഫായിരുന്നു. കാര്യമായിട്ടുള്ള സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം വന്ന സീക്വൻസ് ഒക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. സോ ഒരു ഫൺ മൂഡിൽ കണ്ടിരിക്കാൻ പറ്റിയ, അതിന് തൊട്ട് അവസാനം വരെ കൂടുതൽ ചിന്തിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കൈൻഡ് ഓഫ് കോമഡി മൂവിയാണ് നാരി നാരി നടുമ മുരടി. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇതിപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്.